ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. ആരൊക്കെ കൂടെ ഉണ്ടെങ്കിലും വർഷത്തിൽ ഒരു തവണയെങ്കിലും നാട്ടിൽ പോയില്ലെങ്കിൽ എന്തോ ഒരു കുറവ് എനിക്ക് ശരിക്കും ഫീൽ ചെയ്യാറുണ്ട്. നാട്ടിലെ കാറ്റ്, വീട്ടിലെ ഭക്ഷണം, പ്രിയപ്പെട്ടവരുടെ കൂട്ട്, ഓർമ്മകൾ നിറഞ്ഞ വഴി, ഇതൊക്കെ അനുഭവിക്കാൻ വർഷത്തിൽ ഒരു തവണയെങ്കിലും നാട്ടിൽ പോകണം. അതെനിക്കൊരു ചെറിയ നിർബന്ധമാണ്. അപ്പോൾ നാട്ടിലേക്ക് പോയിട്ട് വരാമേ. ഈ പ്രാവശ്യം ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ ബുക്ക് ചെയ്തത് എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ അലൈനിൽ നിന്നും എമിറേറ്റ്സിൻ്റെ ബസ് ഉണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യവും ആരെങ്കിലും സുഹൃത്തുക്കളാണ് ഞങ്ങളെ എയർപോർട്ടിൽ എത്തിക്കാറുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം എമിറേറ്റ്സിൻ്റെ ബസ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയി. കാരണം ആ ഒരു എക്സ്പീരിയൻസും ഒന്ന് അനുഭവിച്ചറിയണമല്ലോ. ദുബായ് എയർപോർട്ട് എത്തിപ്പോയേ. ഇനിയും ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോവാണ്. എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ തക്കുവിൻ്റെ സാരഥി ഈ വട്ടവും ഞാനാണ്. ഞാൻ ലോഡ് ചെയ്ത ട്രോളിയുടെ ഫ്രണ്ടിൽ വളരെ സുഖമായിട്ട് ഇരിപ്പുണ്ട്. ചെക്കിനൊക്കെ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു. എല്ലാ പ്രാവശ്യവും വെയിറ്റിൻ്റെ കാര്യത്തിൽ ടെൻഷനുള്ള പോലെ തന്നെ ഈ വട്ടവും ടെൻഷനുണ്ട്. ഈ പ്രാവശ്യം ഞങ്ങൾക്ക് അങ്ങോട്ട് ഒരാൾക്ക് 25 കിലോയേ ഉള്ളൂ. കറക്റ്റ് 4 പേർക്ക് 100 kg. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അതുതന്നെ വെയിറ്റ് മെഷീനിലും കാണിച്ചു. ചെക്കിനെല്ലാം കഴിഞ്ഞു, ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞു. മക്ഡൊണാൾഡ്സിൽ കയറി ഒരു ബർഗർ അടിച്ചു. ഇനിയും ഫ്ലൈറ്റിലേക്കുള്ള യാത്രയാണ്. ഞങ്ങളുടെ ഫ്ലൈറ്റ് വെളുപ്പിനെ 3:20 രാത്രിയിലും ഉറങ്ങിയില്ല. ഫ്ലൈറ്റ് കയറുന്നിടം വരെ ഉറങ്ങിയില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഉറക്കം വന്നിങ്ങനെ കണ്ണിൽ മൂടി നിൽക്കാം. എന്നാലും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴുള്ള ആ ഒരു വീഡിയോസൊക്കെ എടുക്കാതെ എങ്ങനെ ഉറങ്ങും? കണ്ണ് തുറന്നപ്പോൾ ഇരുട്ട് മാറി വെളിച്ചമായി. അപ്പോൾ ആകാശത്തിൻ്റെ വീഡിയോസും ഞാൻ എടുത്ത് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ കാത്തിരുന്ന ലാൻഡിങ്ങിൻ്റെ സമയവും എത്തി. ഞങ്ങൾ ഈ പ്രാവശ്യം ലാൻഡ് ചെയ്യുന്നത് കൊച്ചിയിലോ ട്രിവാൻഡ്രത്തോ കണ്ണൂരോ കോഴിക്കോടോ ഒന്നുമല്ല. എവിടെയാണെന്നല്ലേ? വായോ കാണിച്ചു തരാമല്ലോ. ഈ പ്രാവശ്യം ഞങ്ങൾ ദുബായിൽ നിന്ന് ടിക്കറ്റ് എടുത്തത് ബാംഗ്ലൂരേക്കാണ്. ഈ ടിക്കറ്റ് റേറ്റ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെയാണ് ബാംഗ്ലൂർ ടിക്കറ്റ് എടുത്തത്. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിനിന് പോയാൽ പോലും നമ്മുടെ നാട്ടിലേക്കുള്ള ടിക്കറ്റ് ഫെയറിൻ്റെ പകുതി പോലും എത്തില്ല. ഭയങ്കര കൂടുതലായിരുന്നു ഈ പ്രാവശ്യം എല്ലാ ഫ്ലൈറ്റ്സിൻ്റെയും ടിക്കറ്റ് ഫെയർ. അങ്ങനെ ഇത് പിന്നെ വേറൊരു എക്സ്പീരിയൻസ് അല്ലേ. നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ട് കാണാൻ വളരെ ഭംഗിയാണ് കേട്ടോ. ആർക്കെങ്കിലും ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ ബാംഗ്ലൂർ എയർപോർട്ടൊക്കെ ഒന്ന് കാണണം. ഭയങ്കര ഭംഗിയാണ്, ഭയങ്കര ഗ്രീനറിയാണ്. പിന്നെ ബാംഗ്ലൂരൊക്കെ ഇറങ്ങി ലഗേജൊക്കെ എടുത്തു. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ പാവകളില്ലേ, പപ്പറ്റ് ഷോ, അതിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. തക്കു അതൊക്കെ പോയി കണ്ടു. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ ഓൾറെഡി എയർപോർട്ടിനകത്ത് തന്നെ നമ്മൾ പ്രീപെയ്ഡ് ടാക്സി ഉണ്ട്. ഇപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത് ടാക്സി പറഞ്ഞു. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ ടാക്സിയൊക്കെ വന്നിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്തു. ബാംഗ്ലൂർ KSR റെയിൽവേ സ്റ്റേഷനിലാണ് യാത്ര. ബാംഗ്ലൂരിൽ കൂടെയുള്ള ഫസ്റ്റ് ടൈം റോഡ് ട്രാവലാണ് എൻ്റെ. എല്ലാവരും പറയും ബാംഗ്ലൂർ ഭയങ്കര മെട്രോപൊളിറ്റൻ സിറ്റിയാണ്, ഭയങ്കര തിരക്ക് പിടിച്ച സിറ്റിയാണ്. എങ്കിൽ പിന്നെ ഒന്ന് നോക്കിക്കളയാമെന്ന് വിചാരിച്ചു. ആദ്യമൊക്കെ അധികം തിരക്കൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ വണ്ടി ഒരു തരത്തിൽ മൂവ് ചെയ്യുന്നില്ല. ഭയങ്കര തിരക്കാണ്, ഭയങ്കര ബിസിയാണ്. സോ എനിക്ക് അവസാനം മനസ്സിലായി ബാംഗ്ലൂർ ശരിക്കും ഒരു മെട്രോപൊളിറ്റൻ സിറ്റി തന്നെയാണ്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അളിയൻ ഓൾറെഡി നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. VIP സ്യൂട്ട് റൂം, AC റൂം. അങ്ങനെ വളരെ വൃത്തിയുള്ളൊരു റൂമായിരുന്നു. 2000 രൂപ മാത്രമാണ് ചിലവായത്. ശരിക്കും ഇതൊരു ആദ്യത്തെ അനുഭവമാണ്, പുതിയൊരു ഇൻഫർമേഷനാണ്. ഒരു ദിവസമോ കുറച്ച് മണിക്കൂറുകളോ ഒക്കെ റെയിൽവേ സ്റ്റേഷനിൽ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ വളരെ ഉപകാരപ്രദമാണ്. അങ്ങനെ ഫ്രഷൊക്കെ ആയി 12:54 ആയപ്പോൾ റെയിൽവേ സ്റ്റേഷനകത്ത് തന്നെ അടയാർ ആനന്ദഭവൻ റെസ്റ്റോറൻറ്റിൽ വന്ന് നല്ല അടിപൊളി ഒരു സൗത്ത് ഇന്ത്യൻ സ്പെഷ്യൽ താലി മീൽസ് കഴിച്ചു. നന്നായി വിശന്നിരിക്കുമായിരുന്നു. ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. വയറ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ വിചാരിച്ചു റൂമിലൊക്കെ വന്നിട്ട് നല്ല അടിപൊളി ഒരു ഉറക്കം ഉറങ്ങാം. അങ്ങനെ ഞാനും തക്കും കൂടെ വന്ന് കെട്ടിപ്പിടിച്ച് നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കി. ബാംഗ്ലൂർ വരെ എത്തിയതേ ഉള്ളൂ നമ്മുടെ യാത്ര. ഇനി നമുക്ക് നാട് പിടിക്കണ്ടേ? ബാംഗ്ലൂരിൽ നിന്നും ചെങ്ങന്നൂരേക്കുള്ള ട്രെയിനിൻ്റെ സമയമായിട്ടുണ്ട്.
ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസ്. വൈകിട്ട് 8:10 ബാംഗ്ലൂരിൽ നിന്നും നമ്മൾ സെക്കൻഡ് AC ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും അളിയനാണ് ഞങ്ങൾക്ക് ബുക്ക് ചെയ്ത് തന്നത്. ഡോറയുടെ പ്രയാണം പോലെ ഞങ്ങളുടെ പ്രയാണവും ഇവിടെ ആരംഭിക്കുകയാണ്. ഈ യാത്ര വളരെ ഇഷ്ടമാണ്. ട്രെയിൻ യാത്ര ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രെയിനിലുള്ള യാത്ര. ആദ്യമൊക്കെ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് തക്കു കയറിയതും എക്സൈറ്റഡും ആയിരുന്നു. പക്ഷേ ഇരുന്നിരുന്ന് മുഷിഞ്ഞപ്പോൾ തക്കുവിന് ബോറടിക്കാൻ തുടങ്ങി. നമ്മളൊക്കെ രാത്രി ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് AC കമ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ മൂടി പൊതച്ച് നല്ല സുഖമുള്ളൊരു ഉറക്കം. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കയറിയത്. ഇനിയും നമുക്ക് ഉറങ്ങിക്കളയാം. തക്കുവിൻ്റെ പേര് അപ്പർ ബർത്തിലാണ് വന്നത്. അതുകൊണ്ട് തക്കുവിന് അപ്പർ ബർത്തിൽ തന്നെ കയറി കിടന്ന് ഉറങ്ങണം. അതുകൊണ്ട് കുട്ടൻ ചേട്ടൻ നമുക്കതിനകത്തിൽ കമ്പിളി, തലയാണ, ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ കിട്ടുമല്ലോ AC ആയതുകൊണ്ട്. തക്കുവിന് അപ്പർ ബർത്തിൽ ഒരു കട്ടിൽ വിരിക്കുന്ന രീതിയിൽ ബർത്തൊക്കെ വിരിച്ചു കൊടുത്തു. എനിക്കും വിരിച്ചു തന്നു. ഞാൻ കയറി കിടന്നു. അമ്മയ്ക്കും വിരിച്ചു കൊടുത്തു. കുട്ടൻ ചേട്ടനും വിരിച്ചു കയറി കിടന്നു. ഞങ്ങൾ നല്ലൊരു ഉറക്കം ഉറങ്ങാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയാമോ? ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേക്കും നേരം വെളുക്കണേന്ന്. കാരണം ഞങ്ങൾ ചെങ്ങന്നൂർ 9 മണിക്കാണ് നമ്മുടെ സമയം, ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യുന്ന സമയം. അതുപോലെ തന്നെ കണ്ണങ്ങോട്ട് തുറന്നപ്പോഴത്തേക്ക് നേരം വെളുത്തു. ഞാനൊരു 6 മണിയായപ്പോൾ ഉണർന്നു. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്, കണ്ടോ? ഗ്ലാസ്സിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന വെള്ളത്തുള്ളികൾ കണ്ടോ? ഇനിയും പകൽ കാഴ്ചകൾ കണ്ടുള്ള ട്രെയിൻ യാത്രയാണ്. ട്രെയിൻ യാത്ര ഇഷ്ടമാണ്, പക്ഷെ പകൽ യാത്ര എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഈ തമിഴ്നാട്ടിൽ കൂടെയുള്ള ട്രെയിൻ യാത്രകളൊക്കെ എപ്പോഴും വളരെ മനോഹരമാണ്. ഇപ്പോൾ ശരിക്കും ഞങ്ങൾ നാട്ടിലെത്തി. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി പന്തളത്തോട്ട് പോവാണ്. ഓൾറെഡി നമ്മൾ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വണ്ടിയിലൊക്കെ കയറി പന്തളത്തോട്ടുള്ള യാത്രയിലാണ്. കുറേ നാളിന് ശേഷം സ്വന്തം വീട് കാണാൻ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലെത്തി. വീട് കാണുമ്പോൾ വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് അല്ലേ? ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നാറുണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടാറ്റാ, ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്.